നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ മുട്ടയിടാനിരിക്കുന്ന ഈ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് സോപ്പിട്ട് മുട്ടയടിച്ച് മാറ്റിക്കൊണ്ട് പോകാനുള്ള പ്ലാനാണ് നമുക്ക്. കാര്യമെന്ന് പറഞ്ഞാൽ ഇവളിവിടെ മുട്ടയിട്ട് വെച്ചിട്ട് പോവുകയും ചെയ്യും. നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കീരിയോ പട്ടിയോ പൂച്ചയോ വന്ന് മുട്ട കൊണ്ടുപോകും. അവസാനം ഒരു ഗുണമില്ലാതായി പോകും. അതുകൊണ്ട് മുട്ട ഇടുന്ന മുറയ്ക്ക് തന്നെ നൈസായിട്ട് തോണ്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ്. ആദ്യമേ ഇവളൊന്ന് ആക്രമിച്ചെങ്കിലും നമ്മൾ ഒരു വിധത്തിൽ അവളുടെ കയ്യിൽ നിന്ന് മുട്ട എടുത്തുകൊണ്ട് പോയി. നൈസായിട്ടൊന്ന് പെർമിഷനൊക്കെ ചോദിച്ചൊന്ന് കാണിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോയത്. എന്നിരുന്നാലും മുട്ട എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഏതോ പുഴുത്ത ഭാഷയിൽ ചീത്ത വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്തായാലും ഇവളുടെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവൾ അടയിരിക്കത്തില്ല. ഇവൾ ക്രോയിലറിൻ്റെയും അതോടൊപ്പം നേക്കഡ് നെക്കിൻ്റെയും ക്രോസാണ്. നേക്കഡ് നെക്കിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും കാണുന്നില്ലെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടായ കോഴിക്കുട്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നേക്കഡ് നെക്കിൽ പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കോഴികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അട ഇരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അട വെക്കാറില്ല. കാര്യം എന്ന് പറയുന്നത് ഈ ശല്യം തന്നെയാണ്. കീരിയുടെയും പൂച്ചയുടെയും അതോടൊപ്പം തന്നെ കാക്കയുടെയും. കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ വെള്ളം കുടിക്കാൻ ഒന്ന് എണ്ണിച്ച് പോയി കഴിഞ്ഞാൽ അടയിരിക്കുന്ന മുട്ടകളെല്ലാം ഇവർ കൊണ്ടുപോയി തിന്നും. അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ അടയെ വയ്ക്കുന്നതിനെക്കുറിച്ച് പരീക്ഷിക്കാത്തത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് പനിയാണ്. അത്യാവശ്യം തൊണ്ടയ്ക്ക് കിറുകിറുപ്പൊക്കെ ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ്. പക്ഷേ ഇപ്പം നമുക്ക് നിലവിൽ ആൻറ്റിബയോട്ടിക് അവൈലബിൾ അല്ല. അതായത് മെരിക്വീനാണ് ബെസ്റ്റ് ആൻറ്റിബയോട്ടിക് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നാടൻ പച്ചമഞ്ഞൾ അരച്ച് കൊടുത്തതിന് ശേഷം തീറ്റയിട്ട് ഇവരെ മാറ്റിയിട്ടിരിക്കുകയാണ്. മറ്റുള്ള കോഴികളോട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിച്ച് വെള്ളം കുടിക്കുമ്പോൾ രോഗം പകരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മാറ്റിയിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കരിങ്കോഴി കുട്ടികൾക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തതിനോടൊപ്പം തന്നെ കുറച്ച് കല്ലും മണ്ണും മണലും വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഇവർക്ക് പൂർണ്ണമായിട്ട് തീറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ചവച്ചരച്ച് തിന്നാൻ പല്ലില്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ദഹിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കല്ലും മണ്ണും കൂടെ കൊടുക്കുന്നത്. ശരിക്കും മണലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ വയറ്റിൽ കിടന്ന് ഇത് അരഞ്ഞിട്ടാണ് ദഹനം സംഭവിക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവരെല്ലാവരും ഹാപ്പിയായിട്ട് തിന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള കോഴികളെക്കാൾ കൂടുതൽ എനർജറ്റിക്കാണ്. അതോടൊപ്പം തന്നെ കുറച്ചധികം ആർത്തിയുണ്ടെന്ന് പറയാം. പിന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ആ കോഴികളുടെ കാലിൻ്റെ തുമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെള്ള നിറമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും കരിങ്കോഴി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു നിറം വരേണ്ടതല്ല. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കരിങ്കോഴിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്തായാലും നമ്മൾ കൊല്ലത്ത് ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരെണ്ണത്തിന് 140 രൂപ എന്നുള്ള കണക്കിലാണ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് നാളുകളിലൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി കിട്ടുമോ. എന്ത് കഴിഞ്ഞാലും നമ്മൾ ഇവരെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഇവരുടെ പൂർണ്ണമായിട്ടും നല്ല ഒരു ലീനിയേജിലെ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾക്കറിയാം നമ്മുടെ മുറിവാലൻ പൂവനെ പറ്റി. പട്ടി പിടിച്ചവൻ്റെ വാല് പോയതാണ്. ഇപ്പോൾ ചെറുതായിട്ട് കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. പുതിയ പുൽനാമ്പ് മൊട്ടിടുന്നത് പോലെ ഒരു വാല് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ വാൽ എത്രത്തോളം പഴയ പ്രൗഢിയോടെ തിരിച്ചു വരുമെന്ന് അറിയില്ല. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അവൻ്റെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ സുഹൃത്തുക്കളും ചോദിക്കാറുള്ളതാണ് നമ്മുടെ ഈ മുറിവാലൻ്റെ കാര്യം. ഇതാണിപ്പോൾ അവൻ്റെ അവസ്ഥ. കുഴപ്പമില്ല, അവന് വേറുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വാലിൻ്റെ കാര്യം മാത്രമാണ് എന്തായാലും അത് കിളിർത്ത് വരുന്നതുമുണ്ട്. അതോടൊപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇൻക്യുബേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ചിലരൊക്കെ അതിനകത്ത് സ്റ്റക്കായി മരിച്ചു പോയിട്ടുമുണ്ട്. എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. ഈ മുട്ടേൻ്റെ കുറച്ച് അനക്കമുണ്ട്. അതോടൊപ്പം തന്നെ 1-2 മുട്ടകളിൽ അനക്കം തട്ടാതെ അതിനകത്ത് സ്റ്റക്കായി അതിനകത്ത് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മുട്ടയുടെ റൊട്ടേഷൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നമായിരിക്കാം. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുട്ടകളെ ഇടയ്ക്കിടയ്ക്ക് കറക്കി വെക്കുന്നതെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഈ മുട്ടയ്ക്ക് അകത്ത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ വളർച്ച പ്രോപ്പറാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടകൾ കറക്കുന്നത്. ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആകുമ്പോൾ ഓരോ 2 മണിക്കൂറിലും 2 മിനിറ്റ് വെച്ച് മുട്ടകൾ കറങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 18 ദിവസം തുടരുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതെടുത്ത് താഴേക്ക് വയ്ക്കുന്നത്. 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വട്ടം ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, വെള്ളം എന്തിനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന്. അതായത് മുട്ട വിരിയാൻ വേണ്ടി വേണ്ടുന്നത് നല്ല ഹ്യൂമിഡിറ്റിയാണ്. ആദ്യത്തെ 18 ദിവസം നമുക്കൊരു 65-70% ഹ്യൂമിഡിറ്റിയും അതോടൊപ്പം തന്നെ 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ എന്തായാലും ഒരു 90% ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ചില ഇൻക്യുബേറ്ററിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് മുട്ടകൾ വിരിയുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടായിട്ടും മുട്ടകൾ വിരിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ടെങ്കിൽ അതായിരിക്കും മെയിൻ കാരണം. ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരെ താഴെ പോയി പിന്നെ മുട്ടകൾ നോക്കി പോയതാണ്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെ മുഖത്ത് ആ ചുമന്ന നിറം കണ്ടാൽ തന്നെ നമുക്കറിയാവുന്നതാണ്
ഇവർ വളരെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്ന കോഴി കുട്ടികളാണ്. അപ്പോൾ ഇവർ തൽക്കാലം മുട്ട ഇട്ടിട്ടില്ല. അവരുടെ മുട്ട നമുക്ക് പിന്നെ വലിച്ചു പിടിച്ച് മേടിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് അസോള കോരി നമ്മുടെ കരിങ്കോഴി കുട്ടികൾക്ക് കൊണ്ടിട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ ആക്രാന്തത്തോടെ കൊത്തിപ്പറിച്ച് തിന്നുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സാധാ കോഴികളെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊരു തോന്നലാണ്. നമ്മുടെ മറ്റുള്ള കോഴികൾക്ക് കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം ഒന്ന് മടിച്ച് നിന്നതിന് ശേഷം മാത്രമേ കൊത്തിപ്പറിച്ച് തിന്നുള്ളൂ. അതോടൊപ്പം തന്നെ അതിനകത്ത് മെജോറിറ്റിയും വേസ്റ്റാണ്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, ഇവർ നല്ല രീതിക്ക് കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇച്ചിരി അസോള ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പുറത്ത് കറങ്ങി കിടന്ന നമ്മുടെ വലിയ കൂട്ടിൽ കിടക്കുന്ന പിള്ളേരിൽ ഒരാൾ ഇതിൽ ചാടി കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബഹളം അജിറ്റേഷനുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിട്ടിയ ഗ്യാപ്പിന് തുറന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ താഴെ പോയി അവിടെ കിടക്കുന്ന മുട്ടകളെല്ലാം ഉണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കി കളക്ട് ചെയ്തുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പം നിങ്ങൾ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഒരു ദിവസത്തെ സംഭവമല്ല, 2-3 ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 21ാമത്തെ ദിവസം ഇൻക്യുബേറ്ററിലെ അവസ്ഥ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വിരിഞ്ഞ് റെഡിയായിട്ട് താഴേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ചിലരുടെ ഒന്നും കാലം ഉറച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ചിലരുടെയൊക്കെ കൂടുതൽ ഉറച്ചു എന്നും പറയാം. കൂടുതൽ ഉറച്ചതിന് ശേഷം അവർ അതിനകത്ത് തന്നെ കൊത്തിപ്പറിക്കാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ചിലരൊക്കെ ഒന്ന് ബാലൻസായി വരുന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇവരെ എടുത്തു ചാടി നേരെ താഴെ കൊണ്ടാക്കത്തില്ല. ഇന്നൊരു ദിവസം, അതായത് ഇന്ന് വൈകിട്ട് വരെ കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇവരെ താഴെ നമ്മൾ ബ്രൂഡറിലേക്ക് മാറ്റത്തുള്ളൂ. കാര്യം ഇവർക്ക് ആ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കുറച്ച് പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തായാലും ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊരു 15 കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഏകദേശം 36ഓളം മുട്ടകൾ വയ്ക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് 15 കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുഞ്ഞുങ്ങൾ വിരിയുന്ന മുട്ടകൾ മാത്രം നമുക്ക് ആദ്യമേ ഇൻക്യുബേറ്ററിൽ വയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. നമ്മളെല്ലാ മുട്ടകളും കിട്ടുന്നത് പോലെ അത്യാവശ്യം ഷേപ്പും സൈസുമുള്ള മുട്ടകൾ കൊണ്ടുവയ്ക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് വിരിഞ്ഞ് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ വിരിയാത്ത മുട്ടകൾ ഉപേക്ഷിക്കുകയും ചെയ്യും. മുട്ട ഒരിക്കൽ ഇൻക്യുബേറ്ററിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിക്കും നമുക്ക് ആ മുട്ട ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് വെറും വേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.